അരുണാചലിൽ മരണപ്പെട്ട ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ദമ്പതികളായ നവീൻ, അതുപോലെ തന്നെ ദേവിയുടെ സുഹൃത്തായിരുന്നു, ഇവരുടെ സുഹൃത്തായ ആര്യ എന്നിവരാണ് മരണപ്പെട്ടത്. നമ്മളിപ്പോൾ ഉള്ളത് ദേവിയുടെ വീട്ടിലാണ്. നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയാണ്. സാർ, ദേവിയുടെ പിതാവ് ബാലൻ മാധവൻ്റെ സുഹൃത്ത് കൂടിയാണ്. വളരെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഇതാണ്. ഞങ്ങളൊരു ദേവി എൻ്റെ ഒരു ബന്ധുവാണ്. ആ രീതിയിലായിരുന്നു ഞാൻ ഇവിടെ ഇപ്പം വന്നത്. ബാലൻ മാധവൻ ലോകം അറിയുന്ന ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് പേര് ഇപ്പം വീട്ടിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ. ഞാനും വന്നത് അതിനാണ്. ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനോ അങ്ങനെ അയാളുടെ ഭാര്യ ലതയെ സമാധാനിപ്പിക്കാനോ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അവർ വീണുപോയിരിക്കുന്നു. ബാലൻ പിടിച്ചു നിൽക്കുന്നു. മറ്റുള്ളവർ ലതയുടെ കാര്യത്തിലാണെങ്കിൽ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഓടുകയൊക്കെയാണ്. സാർ, ഈ ദേവി വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതി വീട്ടുകാരോട് യാത്ര പറയുകയോ എവിടേക്കെങ്കിലും പോകുകയാണ് എന്നൊരു സൂചന കൊടുത്തിരുന്നു വീട്ടുകാർക്ക്? കാരണം ബാലൻ്റെ അമ്മ എന്നെ ഇപ്പം ഒരു മെസ്സേജ് കാണിച്ചു. അത് ഇവിടെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടാണ് അമ്മയ്ക്ക്. യു ലുക്ക് വെരി പ്രിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി തന്നെ അയച്ച മെസ്സേജാണ്. അത് കഴിഞ്ഞിട്ടൊരു 27-ാം തീയതി ഒരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് മെസ്സേജിൽ കുറേ വരകളൊക്കെ അവൾ വരച്ചിട്ട് അത് അയച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ സമയത്തൊക്കെ വളരെ നോർമലായിട്ടുള്ള ബിഹേവിയറാണ് എന്നുള്ളതാണ് തോന്നുന്നത്. ഇത് എന്തോ ആണെന്ന് നമുക്ക് പറയാറായിട്ടില്ല. ബ്ലാക്ക് മാജിക് ആണോ, അത് ഈ ചില ഡെവിൾ വർഷിപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതിൽ പെട്ടുപോയതാണോ, ഏതോ ഒരു കെണിയിൽ വീണതാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. പക്ഷേ എന്താണെന്നുള്ളത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ നമുക്ക് പറയാൻ പാടില്ലല്ലോ. അതെ, അന്വേഷണത്തിൽ പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഫോൺ നോക്കിയപ്പോൾ സെർച്ച് ചെയ്തെല്ലാം കാണുന്നുണ്ട്. മരണാനന്തര ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര വിശ്വാസങ്ങളെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കൂടുതലും സെർച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രക്തം വാർന്ന് മരിക്കുന്നതൊക്കെ ഈ ഒരു വർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലായതുകൊണ്ട് തന്നെ പോലീസ് കമ്മീഷണറും ഇത് തന്നെയാണ് പറഞ്ഞത്. ദുരൂഹമായ ഒരു മരണമാണ്. ഇതിൽ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ബ്ലാക്ക് മാജിക് ആകാം, അല്ലെങ്കിൽ ഡെവിൾ വർഷിപ്പ് പോലുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാകാം. പക്ഷേ ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അവരുടെ അന്വേഷണം തുടരുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ അന്വേഷണത്തിനെ അഫക്റ്റ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ മനസ്സിലുള്ളതൊന്നും ഞാൻ കൂടുതൽ പറയാത്തത്. പക്ഷേ ഇവർക്കെല്ലാം വ്യക്തമായ ചില ധാരണകളുണ്ട്. അതവർ പുറത്ത് പറയുന്നില്ല. ഒരു വർഷമായിട്ട് ഈ രണ്ടുപേരും വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കുകയായിരുന്നു. അതായത് ദേവിയും നവീനും ഇവരുടെ പ്രണയവിവാഹമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പങ്കജ കസ്തൂരി ആയുർവേദ കോളേജിൽ പഠിക്കുമ്പോഴാണ് അവർ. ഇപ്പം ബാലൻ മാധവൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കല്യാണം, ഒരു മകളുടെ കല്യാണം വളരെ ഗ്രാൻഡായിട്ട് തന്നെ നടത്തി കൊടുത്തു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ കുട്ടികളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം കണ്ടു എന്നാണ് ഇപ്പം പറയുന്നത്. അതിപ്പം പറയുന്നതാണ്. പിന്നെ ഈ കുട്ടികൾ ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയത് ഈ രണ്ടുപേരും ഇതിനു മുമ്പും ഇതേ സ്ഥലത്ത് പോയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്തോ ഒരു ദുരൂഹത ഉണ്ട്. വൈ ഡിഡ് ദേ ചൂസ് ദിസ് പ്ലേസ് എന്നുള്ള രീതിയിൽ. അതാണ് കാരണം എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. 2 മാസം മുമ്പ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കൊടുത്ത പ്രതികരണങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ ധാരാളം സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഒരാളെ നമ്മൾ കണ്ടതാണ്, അമ്മയും അച്ഛനെയും സഹോദരിയെയും കൊന്നു. അതെ, ഇതിൻ്റെ ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം നമുക്ക് വേണ്ടത് ബോധവൽക്കരണമാണെന്ന് എനിക്ക്. വളരെ യങ് ഏജിലുള്ള ആൾക്കാർ തന്നെ ഇതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമല്ല. യങ് മാത്രമല്ല, എഡ്യൂക്കേറ്റഡ് ആൾ, ആൽഫ്ലുവൻ്റ് ആയിട്ടുള്ളവർ. ഇവർക്ക് എന്തിനാ കുറവ്? അങ്ങനെയുള്ള ആൾക്കാർ ഇതിലോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനൊരു തടയിടേണ്ട സമയമായി. ബോധവൽക്കരണത്തിനുള്ള സമയമായി. കഞ്ചാവിനെയും മദ്യത്തിനെയും എങ്ങനെയാണ് നമ്മൾ തടയിട്ടതോ അതുപോലെ ഇതിനെയും തടയിടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവണം. ദേവി എല്ലാവരുമായിട്ട് നല്ല രീതിയിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒരു സൗഹൃദം സൂക്ഷിക്കുന്നൊരു വ്യക്തിയായിരുന്നു സാറുമായിട്ടൊക്കെ? ഞാനുമായിട്ട് അല്ല, അമ്മയുമായിട്ട്, അതായത് അമ്മൂമ്മയായിട്ടൊക്കെ വളരെ ബോണ്ടുള്ള ഒരാളാണ്. അമ്മൂമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ അമ്മൂമ്മ ഇപ്പോൾ ഇരിപ്പുണ്ട്, തകർന്നിരിക്കുകയാണ് അവിടെ. അപ്പോൾ ആ കാര്യത്തിൽ ഒരു വർഷമായിട്ട് അമ്മൂമ്മയെടുത്തും ഒരു അകൽച്ചയുണ്ട്. ദേവിയുടെ മൃതദേഹം ഇപ്പോൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു വിവരങ്ങൾ ലഭിച്ചിരുന്ന കുടുംബത്തിന്? ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. പറ്റുമെങ്കിൽ നാളെ തന്നെ ഇവിടെ ബോഡി എത്തും, അല്ലെങ്കിൽ മറ്റന്നാൾ. മിക്കവാറും നാളെ തന്നെ ദേവിയുടെ ബോഡി മാത്രമേ ഇവിടെ എത്തും.
എന്തായാലും ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഇനിയും നീങ്ങേണ്ടതുണ്ട്. നമ്മളോട് പ്രതികരിച്ചത് ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയാണ്. മരണപ്പെട്ട ദേവിയുടെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് മരണവാർത്ത അറിഞ്ഞ് ഈ ഒരു ഞെട്ടലിൽ ഈ ഒരു കുടുംബം വല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ തേടാൻ സാധിക്കുന്നൊരു മാനസികാവസ്ഥയിലല്ല അവരിപ്പോൾ. എന്തായാലും ഈ ഒരു കേസ് അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇതൊരു മരണാനന്തര ജീവിതം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിശ്വാസങ്ങളിലേക്കാണ് നിലവിൽ ഈ ഒരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയും നവീനും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ്. നവീൻ ഇതുപോലൊരു ആയുർവേദ കോളേജിലെ ഡോക്ടർ കൂടിയായിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹം ജോലി രാജിവെച്ച് പിന്നീട് ഒരു ബേക്കറിയൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതൊക്കെ പിന്നീട് അടച്ചുപൂട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മരണമാണ് തിരുവനന്തപുരത്തെ ഈ ഒരു ദേവിയുടെയും നവീൻ്റെയും അതുപോലെ തന്നെ ആര്യയുടെയും അടക്കമുള്ള മരണങ്ങൾ. ഇനിയും ഈ ഒരു അന്വേഷണത്തിൻ്റെ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ എന്താണ് കൃത്യമായി നടന്നതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.